ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വെച്ചാൽ വാരിയിങ് ആണ്. നമുക്കതൊരു ഇഫക്റ്റീവ് ആവറേജ് വേണം. ആ ഇഫക്റ്റീവ് ആവറേജിൻ്റെ ഫോർമുലയാണ് IRMS. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഒരു ഗിവൺ കേസിലെ കറണ്ട് മെഷേർഡ്, കറണ്ട് ഇൻഡിക്കേറ്റഡ്, കറണ്ട് റെപ്രസെൻറ്റഡ്, ഇതെല്ലാം അതിൻ്റെ ഇഫക്റ്റീവ് ആവറേജ് ആണ്, RMS ആണ്. Metal rod of length 0.5 moves lengths perpendicular to the magnetic field point velocity then induced EMF. ഇത് ഏത് പ്രോബ്ലമാണ്? BLV പ്രോബ്ലമാണ്, റോഡ് മൂവിങ് പ്രോബ്ലം, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറെ പേരാണ് മോഷണൽ EMF. എത്ര പവറാണ് ഒറിജിനലിൻ്റെ ഫോഴ്സ്? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. സ്റ്റഡി സ്പീഡിലാണ് പുള്ളി ചെയ്യുന്നെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. നമ്മൾ എന്നാലും അത് മൂവ് ചെയ്യുള്ളൂ. And power is equal to force into velocity. അപ്പോൾ PL square V square. Good afternoon, everybody. Today we are going to discuss രണ്ട് important papers together. NCERT ക്ലാസിഫിക്കേഷനിൽ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും ഓൾട്ടർനേറ്റിംഗ് കറൻസും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു എക്സാമിനേഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ടോപ്പിക്സാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 2025 പറയുന്നത് കീമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യു ട്രൈ. ഫ്യൂ പോയിൻറ്റ്സ് കീമിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഹെൽപ്ഫുള്ളായിട്ട് വി ആർ അറേഞ്ചിങ് എ ക്രാഷ് പ്രോഗ്രാം, ഇൻറ്റൻസീവ് ക്രാഷ് പ്രോഗ്രാം, ഒരു ഷോർട്ട് ടേം പ്രോഗ്രാം. നിങ്ങൾ ഒട്ടുമുക്കാലും കുട്ടികളും ഫസ്റ്റ് ഇയർ ടോപ്പിക് അത്ര ഫെമിലിയർ അല്ല. സെക്കൻഡ് ഇയർ നിങ്ങൾ ഡ്യൂറിങ് ദീസ് ലാസ്റ്റ് ഫ്യൂ മന്ത്സ് യു ആർ ബിസി വിത്ത് യുവർ ബോർഡ് പ്രിപ്പറേഷൻസ്. അവർക്കൊക്കെയും ഒത്തിരി ഒരു കമ്മിങ് ബാക്ക് ആയിട്ട് ഞങ്ങൾ ഒരു ക്രാഷ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്ട് ടേം ആണെങ്കിലും അത് ഗ്രേഡഡ് ആണ്. ഓരോ ചാപ്റ്ററും ഞങ്ങളൊരു തിയറി ബ്രീഫിംഗ് ഉണ്ട്. പിന്നെ അതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഡിസ്കഷൻസ് ഉണ്ട്, എക്സാമിനേഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും പുറമെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുണ്ട്. സംഭവം ഷോർട്ട് ടേം ആണെങ്കിലും എവറി ചാപ്റ്റർ വിൽ ബി ഡെൽറ്റ് വിത്ത് പ്രോപ്പർ ഡ്യൂറേഷൻ, പ്രോപ്പർ മാനർ. നമുക്ക് ഓഫ്ലൈൻ കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ സ്ട്രീമിംഗ് ഉണ്ട്. യു ക്യാൻ സെലക്ട് വിച്ച് വൺ വിച്ച് ഈസ് കൺവീനിയൻറ്റ് ടു യു. രണ്ട് ബാച്ചുകളായിട്ടാണ്. CBSE എക്സാമിനേഷൻസ് ആർ ഗെറ്റിംഗ് ഓവർ earlier. For them, our batches start from 13th March. കേരള ബോർഡ് സ്റ്റുഡൻസിനും മറ്റ് ബോർഡുകളിലും സ്റ്റാർട്ട് ഫ്രം 18th March. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടാൻ നിങ്ങളുടെ 3 സോഴ്സുകളുണ്ട്. ഒന്ന് ഞങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്യുക, വിൽ ഗെറ്റ് ഓൾ ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, വിൽ ഗെറ്റ് ഓൾ ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ വി ഹാവ് ദ കോൺടാക്ട് നമ്പേഴ്സ്, 2 കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോൺടാക്ട് ദം ആൻഡ് ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നൗ അടുത്തത് ഞങ്ങളുടെ NCERT സിലബസ് പ്രകാരമുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ആൾസോ ഹെൽപ്ഫുൾ ഫോർ യു. ഫിസിക്സ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഓൾ ചാപ്റ്റേഴ്സ്, കെമിസ്ട്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഓൾ ചാപ്റ്റർ, ലൈക്ക് ദാറ്റ് ഓൾ സബ്ജക്ട്സ്. അത് മോസ്റ്റ്ലി ബെനിഫിഷ്യൽ ആവുന്നത് ബോർഡ് പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ആണ്. മാത്രമല്ല ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദോസ് സ്റ്റുഡൻസ് ഹു ആർ ഗോയിങ് ടു അപ്പിയർ ഈ ഏപ്രിലിൽ അപ്പിയർ ചെയ്യുന്ന കീം എക്സാമിനേഷനും JEE മെയിൻസിനും നീറ്റിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. യു ക്യാൻ അവൈൽ ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് യൂട്യൂബ് വീഡിയോസ്. ഓക്കെ, നൗ വി ക്യാൻ കം ടു സബ്ജക്ട്. ഒന്നാമത്തെ സെൽഫ് ഇൻഡക്ഷൻ L എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ സെൽഫ് ഇൻഡക്ഷനെ പറയാം. എബിലിറ്റി ഓഫ് എ കോയിൽ ടു ഡെവലപ്പ് ഫ്ലക്സ് വെൻ എ കറന്റ് ഈസ് പാസിംഗ് ത്രൂ ഇറ്റ്. ഒരു കോയിലിലൂടെയോ
ഈവൺ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്ലക്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കോയിലിൻ്റെ എബിലിറ്റി കാണിക്കുന്ന ടേമാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഒന്ന് അങ്ങനെ പറയാം. അല്ലെങ്കിലോ ആ കോയിലിനകത്തുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോയിലിനകത്തൊരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി കാണിക്കുന്ന ടേമാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അങ്ങനെ രണ്ട് തരത്തിൽ പ്രസൻറ്റ് ചെയ്യാം. ഐദർ ആസ് ദി എബിലിറ്റി ഓഫ് എ കോയിൽ ടു അസോസിയേറ്റ് ഫ്ലക്സ് വെൻ എ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ഇറ്റ്. രണ്ട്, എബിലിറ്റി ഓഫ് എ കോയിൽ ടു ഡെവലപ്പ് എൻ ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ കോയിൽ. And this is exclusively depending upon the features of the coil. ഒരു സോളിനോയിഡിൻ്റെ ഫോർമുല പഠിച്ചിരിക്കുന്നത് നമ്മൾ μ0 μr if it is filled with a core n square a into l. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്. L ലെങ്ത് ആണ്, ഏതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇതാണ്. അപ്പോൾ അത് സ്ട്രിക്ട്ലി ഡിസൈഡഡ് ബൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോളിനോയിഡിൻ്റെയാണ്. അതിൻ്റെ അകത്ത് ഉള്ള പെർമിബിൾ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി, കോയിലിൻ്റെ വൈൻഡിങ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇഫ് നമ്പർ ഓഫ് ടേൺസ് ഈസ് ഡബിൾ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ആയിട്ടുള്ള ബന്ധം പ്രപ്പോർഷണൽ ടു n സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തിരിക്കുകയാണ്, ബാക്കിയൊന്നും മാറ്റി, കീപ്പിംഗ് ഓൾ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുമ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് വിൽ ബിക്കം 4 times. അപ്പോൾ 4 എല്ലാം നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഹാവിങ് എ പീക്ക് വാല്യൂ. നമുക്ക് I max എന്നാണ് NCERT ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. 10√2 is to heat a metal to produce the same heating effect. The constant, whatever power or heat liberated by an alternating current, the same heat is produced by a direct current. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്റ്റ് കറണ്ടിൻ്റെ വാല്യൂ ആണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ RMS വാല്യൂ. ഒന്നുകൂടി പറയട്ടെ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വെച്ചാൽ വാരിയിങ് ആണ്. നമുക്കതിനൊരു ഇഫക്റ്റീവ് ആവറേജ് വേണം. ആ ഇഫക്റ്റീവ് ആവറേജിൻ്റെ ഫോർമുലയാണ് IRMS. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഒരു ഗിവൺ കേസിലെ കറണ്ട് മെഷേർഡ്, കറണ്ട് ഇൻഡിക്കേറ്റഡ്, കറണ്ട് റെപ്രസെൻറ്റഡ്, ഇതെല്ലാം അതിൻ്റെ ഇഫക്റ്റീവ് ആവറേജ് ആണ്, RMS ആണ്. അത് I maximum by √2 ആണ്. ഇവിടുത്തെ കേസിൽ അത് 10√2 by √2 10 ആംപിയർ ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ഇവിടെ alternating current having a peak value 10√2 is used to heat a metal wire. To produce the same heating, the constant current required. ആ കോൺസ്റ്റന്റ് കറണ്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ RMS കറണ്ട് എന്ന് പറയുന്നത്. വി കോൾ ദാറ്റ് ആസ് RMS കറണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ആ RMS കറണ്ട് വരുന്നത് 10 ആംപിയർ ആണ്. നമ്മുടെ ആൻസർ 5 ആണ്. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു ഗിവൺ റെസിസ്റ്ററിൽ എത്ര ഹീറ്റോ പവറോ ലിബറേറ്റ് ചെയ്യുന്നുവോ, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു റെസിസ്റ്ററിൽ എത്ര പവറോ ഹീറ്റോ ലിബറേറ്റ് ചെയ്യുന്നോ അത്രയും പവറോ ലിബറേറ്റ് ചെയ്യാനായിട്ട് വേണ്ട കോൺസ്റ്റന്റ് കറണ്ടിൻ്റെ പേരാണ് RMS കറണ്ട്. നമുക്ക് ആ കോൺസ്റ്റന്റ് കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് RMS ആണ്. പക്ഷെ തന്നിരിക്കുന്നത് പീക്ക് വാല്യൂ ആണ്. അപ്പോൾ RMS എങ്ങനെ കിട്ടണം? പീക്ക് വാല്യൂ ബൈ √2 അപ്പോൾ 10 ആംപിയർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി മാച്ച് അല്ലാത്തത് നമുക്കറിയാം. ഇൻഡക്ഷൻ ഫർണസ്, അതേപോലെ നിങ്ങളുടെ ഇൻഡക്ഷൻ സ്റ്റൗ, ഇൻഡക്ഷൻ ഫർണസ്, അതേമാതിരി നമ്മുടെ ഇലക്ട്രിക് ബ്രേക്സ് ഇൻ ട്രെയിൻസ്, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിള്
എഡ്ഡി കറൻസിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തേത് മാച്ച് ചെയ്ത് എനിക്ക് മിസ് മാച്ചാണ് വേണ്ടത്. ഇനി ട്രാൻസ്ഫോർമറിൽ നമ്മൾ ഇപ്പോൾ ഇത് നമുക്ക് മിസ് മാച്ചാണ് വേണ്ടത്, ഇത് കറക്റ്റാണ്. ഇനി ഒരു ട്രാൻസ്ഫോർമറിൽ നമ്മൾ എഡ്ഡി കറണ്ട് ലോസസ് മിനിമൈസ് ചെയ്യാനായിട്ട് വി ആർ യൂസിങ് ലാമിനേറ്റഡ് കോർ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ സിംഗിൾ ബ്ലോക്ക് ഓഫ് സോഫ്റ്റ്വെയർ കോർ. സോഫ്റ്റ്വെയർ കോർ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. അത് സിംഗിൾ ബ്ലോക്കിന് പകരം വി മേക്ക് യൂസ് ഓഫ് ലാമിനേറ്റഡ്, അതായത് ഇൻ ബിറ്റ്വീൻ നോൺ കണ്ടക്ടിങ് ലാമിനാസ് നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ലാമിന ഉള്ളത് കൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസെൻട്രേറ്റ് ചെയ്യും. അതേസമയം ഇൻ ബിറ്റ്വീൻ നോൺ കണ്ടക്ടിങ് ലാമിനാസ് ഉള്ളത് കൊണ്ട് എഡ്ഡി കറൻസിനെ ബ്രേക്ക് ചെയ്യും, എഡ്ഡി കറൻസിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കും. അതുകൊണ്ട് എഡ്ഡി കറണ്ട് ലോസസ് കുറയ്ക്കും. അപ്പോൾ ഇതും മാച്ച് ചെയ്യുന്ന കാര്യമാണ്. വി ആർ യൂസിങ് ഇൻ ട്രാൻസ്ഫോർമർ. ഇൻഡ്യൂസ്ഡ് EMF ബയറ്റ്-സവാർട്സ് ലോ, ഇത് തെറ്റാണ്, നമുക്ക് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. അതായത് ബയറ്റ്-സവാർട്സ് ലോ ഗിവ്സ് യു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലിമെൻ്റ് ആണ്. ഇൻഡ്യൂസ്ഡ് EMF അല്ല, ഇൻഡ്യൂസ് കറണ്ട് അല്ല, അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ എ കറണ്ട് എലിമെൻ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF ഈസ് മാച്ചിങ് വിത്ത് ബയറ്റ്. അപ്പോൾ ഇത് തെറ്റാണ്, നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. ജനറേറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, കോയാക്സിൽ കേബിൾസിലെ മ്യൂച്വൽ ഇതൊക്കെ മാച്ച് ചെയ്യും. 3 ഒഴിച്ച് ബാക്കിയെല്ലാം മാച്ച് ചെയ്യും. നമ്മുടെ ആൻസർ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഇലക്ട്രിക് ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 400 ohms is connected to source of peak voltage 228 volt. Then electric power. Yes. Power generated in the circuit containing resistance. നമുക്ക് VRMS സ്ക്വയർഡ് ബൈ R. ഇതാണ് പവറിൻ്റെ ഫോർമുല. റെസിസ്റ്റൻസ് മാത്രമുള്ളെങ്കിൽ കേട്ടോ, VR സ്ക്വയർഡ് ബൈ R. നമുക്ക് തന്നിരിക്കുന്ന പീക്ക് വോൾട്ടേജ് ആണ്, അതായത് V മാക്സിമം ആണ് 282 പോയിന്റ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു അവബോധം വേണം. എന്താണെന്നറിയാം, 282 എന്ന് വെച്ചാൽ എത്രയാണത്? അത് 200√2 ആണ്. ദിസ് ഇസ് 200√2. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ അല്ലേ. 100√2 ഏകദേശം 141 ആണ്. അതുപോലെ 3.14 പൈ ആണ്, 1.57 π/2 ആണ്, 6.28 എന്ന് പറഞ്ഞാൽ 2 പൈ ആണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കാൽക്കുലേഷൻസ് നമുക്ക് ഒത്തിരി പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. 1√2 ആണ്, 200√2. √2 1.41 ആണ്, അതിൻ്റെ 100 എന്ന് പറഞ്ഞാൽ 141 ആണ്, അതിൻ്റെ ഡബിള്. അപ്പോൾ 282.8 നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരണം, അത് 200√2 ആണ്. അതാണ് മാക്സിമം കറണ്ട്. അപ്പോൾ VRMS എന്ത് വരും? 200√2 by √2. എത്രയാണത്? 200. Now the power liberated will be VRMS square. എത്രയാണ്? 200 square divided by resistance എത്രയാണ്? 400. 4 into 10 to the power of 2. This is 4 into 10 to the power of 4 divided by 4 into 10 to the power of 2. That comes to be 10 to the power of 2. They're the 100 watts. This is coming to be 100 watts. Okay, come on. We'll go to the next question. Inductor coil of self-inductance 2 Henry stores magnetic energy, then current in. എല്ലാവർക്കും അറിയുന്ന വളരെ ഫെമിലിയർ ഫോർമുലയാണ്. മാഗ്നെറ്റോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇസ് ഗിവൺ ബൈ ½ Li². അല്ലേ? നിങ്ങൾക്ക് ബോത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റാ. ഡിറൈവ് ദാറ്റ് എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ ഇസ് ½ Li². അതുപോലെ ഒത്തിരി പ്രോബ്ലംസ് പലപ്പോഴും ചോദിക്കുന്നതാണ്. എനർജി സ്റ്റോർ, ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ ½ Li². അത് തന്നിട്ടുണ്ട് എത്രയാണ്? 25 joules is equal to ½. എനിക്ക് വേണ്ടത് കറണ്ടാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് 2 ഹെൻറി ആണ്, ഇൻറ്റു I². നിങ്ങൾ നോക്കിയേ, ഇത്രയും എളുപ്പത്തിലാണ് വാല്യൂസും. ആൻഡ് I is coming to be 5 amp. നിങ്ങൾ നോക്കിയേ, ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളും ഫോർമുലയും വളരെ എളുപ്പമാണ്. 5 ആംപിയർ ആണ്, ഇല്ല. ഉപയോഗിക്കുന്ന ഫോർമുല വളരെ എളുപ്പമാണ്.
മാത്രമല്ല ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ ട്രെൻഡാണ്. നമ്മൾ ഏറ്റവും റീസെൻറ്റ് പേപ്പറാണ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇയറിലെ പേപ്പറാണ് ചെയ്യുന്നത്, ഏറ്റവും റീസെൻറ്റ് പേപ്പറാണ്. അപ്പം നിങ്ങൾക്ക് ഒന്ന് എല്ലാ പോയിന്റ് എല്ലാ മുക്കും മൂല്യം ഒന്ന് ടച്ച് ചെയ്യണം. ബേസിക് ഇൻഫർമേഷൻ വേണം. അതിന് നിങ്ങൾക്ക് ഒത്തിരി ഈ നമ്മുടെ ക്രാഷ് പ്രോഗ്രാം ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത്ര ഒരു ഡീപ്പിലും ഒരു ഡീറ്റെയിൽ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. അപ്പോൾ യു ഹാവ് എൻ ഐഡിയ അബൌട്ട് ദീസ് പോയിന്റ്സ് ബിഫോർ ഗോയിങ് ടു എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ 5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. എന്താണ്? when a current passing through a coil changes EMF induced in the coil, self-induced EMF, the formula minus L di by dt. Minus L di by dt. Okay? Yes. Induced EMF എത്രയാണ്? ഇവിടെ 12 ആണ്. നമുക്ക് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുത്താൽ മതി. ന്യൂമറിക്കൽ വാല്യൂ, കാരണം നമുക്ക് എല്ലിൻ്റെ വാല്യൂയിൽ കിട്ടും. ന്യൂമറിക്കൽ വാല്യൂ വിൽ ബി. ഇനി മൈനസിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? കറണ്ട് കൂടുകയാണെങ്കിൽ ഡി ഐ പോസിറ്റീവും കറണ്ട് കുറയുകയാണെങ്കിൽ ഡി ഐ നെഗറ്റീവാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻസിലെ ഇ എം എഫ് ചോദിച്ചിരിക്കുന്നു. ചിലപ്പോൾ പ്ലസ് വാല്യൂ കൊടുത്തിരിക്കും, മൈനസ് വാല്യൂ കൊടുത്തിരിക്കും. അങ്ങനെ പ്ലസ് വാല്യൂ മൈനസ് വാല്യൂ ഉള്ള ഒരു ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഫോർമുല വേണം? ഫസ്റ്റ് ഫോർമുല വേണം. എന്നിട്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട്, കാരണം എല്ലിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്, നെഗറ്റീവ് ഇല്ല. പിന്നെ നെഗറ്റീവ് വരാൻ കാരണക്കാരനായി വരുന്നത് ഡി ഐ ആണ്. കറണ്ട് കൂടുന്നുണ്ടെങ്കിൽ ഡി ഐ പോസിറ്റീവ്, കറണ്ട് കുറയുന്നുണ്ടെങ്കിൽ ഡി ഐ നെഗറ്റീവാണ്. നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് എല്ലിൻ്റെ വാല്യൂ മാത്രം മതി. അപ്പം ന്യൂമറിക്കൽ വാല്യൂ എടുത്താൽ മതി. വി ഡോണ്ട് വറി അബൌട്ട് ദ നെഗറ്റീവ് സൈൻ. ഇവിടെ ഇ എം എഫിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 12 വോൾട്ട്. എൽ ഇൻറ്റു നമുക്ക് നേരിട്ടിട്ട് ഡി ഐ ബൈ ഡി ടി മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 30 ആംപിയർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആൻസർ 30 ആണ്. എൽ ഈസ് കമ്മിങ് ടു ബി 12 by 30, ദറ്റ് ഈസ് കമ്മിങ് ടു ബി 0.4 ഹെൻറി. ഇവിടെയും നിങ്ങൾ നോക്കിയേ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിന് പുറമെ ഒരു മാത്തമാറ്റിക്കൽ സ്ട്രെയിനും ഇല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിൾ മൈൻഡ് വർക്കൗട്ട് കൊണ്ട് ആൻസർ കിട്ടും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ബാക്കി ഏതെങ്കിലും സബ്ജക്റ്റിലെ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടൈം അവിടെ സേവ് ചെയ്ത് അവിടെ യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. മെറ്റൽ റോഡ് ഓഫ് ലെങ്ത് 0.5 moves with lengths perpendicular to the magnetic field, point velocity, then induced EMF. ഇത് ഏത് പ്രോബ്ലമാണ്? BLV പ്രോബ്ലമാണ്. റോഡ് മൂവിങ് പ്രോബ്ലം, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറെ പേരാണ് മോഷണൽ ഇ എം എഫ്. നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി BLV, അല്ലെങ്കിൽ മാക്സിമം വെൻ ദ റോഡ് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ആസ് വെൽ ആസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ രണ്ട് കേസിലും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാക്സിമം ആണ് ഗിവൺ ബൈ BLV. ഒരു കേസ് എന്താണ്? റോഡ് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് and perpendicular to the magnetic field. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റോഡ് ഓഫ് മെറ്റൽ റോഡ് ഓഫ് 0.5 moves with the lengths perpendicular. അപ്പോൾ ആ ഫസ്റ്റ് കണ്ടീഷൻ ഒബേ ചെയ്തു. ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അതും ഒബേ ചെയ്തു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഗിവൺ ബൈ B. Magnetic field is given to be 0.2 Tesla. Length of the rod is coming to be 0.5 into 3. 0.2 into 0.5, 0.1, 0.1 into 3, 0.3 വോൾട്ട്. ഇതും വളരെ ഡയറക്റ്റ്, ഒരു കോംപ്ലിക്കേസീവ്, ഒരു ടെസ്റ്റിങ്ങോ ഒരു മൈൻഡ് സ്ക്രാച്ചിങ് ഒന്നുമില്ല, ബ്രെയിൻ സ്ക്രാച്ചിങ് ഒന്നുമില്ല. വെരി ഡയറക്റ്റ് ഓപ്പൺ ക്വസ്റ്റ്യൻ. തെറ്റാതെ ഓരോ ടേമും. ചില കേസിൽ വേണമെങ്കിൽ യൂണിറ്റ് കെയർഫുൾ ആയിരിക്കണം. ഇവിടെ അതുമില്ല. എവറിത്തിങ് ഈസിയർ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങൾക്ക് ആ ടോപ്പിക് അറിഞ്ഞിരിക്കണം. ഇതെന്താണ്? ഇത് റോഡ് മൂവിങ്, അല്ലെങ്കിൽ വേറെ പേരാണ് മോഷണൽ ഇ എം എഫ്, അല്ലെങ്കിൽ വേറെ പറയുന്ന പേരാണ് BLV പ്രോബ്ലം. പക്ഷെ റിമെമ്പർ, മറിച്ച് റോഡ് ഈസ് മൂവിങ് അലോങ് ഇറ്റ്സ് ലെങ്ത്, റോഡ് ഈസ് മൂവിങ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ നിങ്ങളുടെ ആൻസർ 0 ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് എന്ന്, അതുകൊണ്ട് BLV. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. RMS വാല്യൂ വിത്ത് പീക്ക് വാല്യൂസ്. സോ ഈസി. പീക്ക് വാല്യൂ തന്നിട്ടുണ്ട്. VRMS is given by V maximum divided by √2. V maximum 200 by √2. നിങ്ങൾ even they did in
make you to calculate the final answer. They given the answer in the direct 200 by root 2. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ട്രെൻഡ് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടണം. അതായത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി ഏകദേശം 1 month പ്ലസ് സമയമുണ്ട്, എനിക്ക് ഐ ക്യാൻ ഡു ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസും ഒരു ബ്രെയിൻ സ്ക്രാച്ചിങ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യുക, ഒന്നും കൂടി എല്ലാ ഫോർമുലയും ഒന്ന് ടച്ചപ്പ് ചെയ്യുക. You are able to get maximum marks. Okay, try for that. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നേ. പവർ റിക്വയർഡ് ടു പുഷ് റെക്ടാങ്കുലർ കണ്ടക്ടർ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ബി ഇൻ എ മോട്ടോർ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയാൽ മതി. ഒരു മാഗ്നറ്റിക് ഫീൽഡ് റീജിയൻ, ഒരു കണ്ടക്ടർ റോഡ്, ലെങ്ത് എൽ, മാഗ്നറ്റിക് ഫീൽഡ് ഗെറ്റിംഗ് ഇൻ ടു ദ പ്ലെയിൻ, റോഡിൻ്റെ ലെങ്ത് എൽ, ഇറ്റ് ഈസ് മൂവിങ് with the speed v. നമ്മളിതിന് സ്റ്റഡി സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കാണാം, ഇവിടെ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഈ റോഡിൻ്റെ ഈ എൻഡ് പോസിറ്റീവ് എൻഡായിട്ട് വരും, ഈ എൻഡ് നെഗറ്റീവ് എൻഡായിട്ട് വരും. അങ്ങനെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ആൻഡ് റോഡാണ് സോഴ്സ് ഓഫ് ഇ എം എഫ്. സോഴ്സ് ഓഫ് ഇ എം എഫിലെ കറണ്ട് വിൽ ഗോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. സോഴ്സ് ഓഫ് ഇ എം എഫിലെ current will go from negative to positive. Now, അപ്പോൾ ആദ്യത്തെ കാര്യം റോഡ് മൂവിങ് പ്രോബ്ലം നേരത്തെ പറഞ്ഞല്ലോ. അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വരുന്നത് BLV ആണ്, അല്ലേ? ആസ് എ റിസൾട്ട് കറണ്ട് വിൽ ഫ്ലോ. എത്ര കറണ്ട് ഫ്ലോ ചെയ്യും? EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ ഈ റെക്ടാങ്കുലർ ഫ്രെയിം, BLV by R. Isn't it? Then അപ്പോൾ there will be a force developed. നമുക്ക് കാണാം ഇത് കൂടെ കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. ദർ വിൽ ബി എ ഫോഴ്സ് ട്രൈങ് ടു പുൾ ഇറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനാണ് നിങ്ങൾ റോഡ് മൂവ് ചെയ്യുന്നത്? ഇവിടെ റോഡ് മൂവ് ചെയ്യുന്നത് ടുവേഴ്സ് റൈറ്റ് ആണ്. അപ്പോൾ വി ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് എഫ് ഇൻ വാട്ട് ഡയറക്ഷൻ? നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതല്ല, ഒരു ഫോഴ്സ് വിൽ ബി ഡെവലപ്പ്. കാരണം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഇവിടെ ഫോഴ്സ് ബാക്ക്വേർഡ് ആയിരിക്കും. അതുകൊണ്ട് in order to make the rod move with a steady speed v, റോഡിനെ സ്റ്റഡി സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് എന്താണെന്നറിയോ? BIL ആണ്. B ഇൻറ്റു I എത്രയാണ്? BLV ഡിവൈഡഡ് ബൈ R. യെസ്, ഇൻറ്റു L. അപ്പോൾ നമുക്ക് എത്ര ഫോഴ്സ് വേണം? BL സ്ക്വയർ V by R. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന എത്ര പവറാണ് പഠിച്ചിട്ടുണ്ട്? ഫോഴ്സ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. സ്റ്റഡി സ്പീഡിലാണ് പുള്ളി ചെയ്യുന്നതെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. നമ്മൾ എന്നാലും അത് മൂവ് ചെയ്യുള്ളൂ. ആൻഡ് പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ BL സ്ക്വയർ V സ്ക്വയർ ബൈ R. അപ്പോൾ ഒന്ന് റോഡ് മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മോഷണൽ EMF, induced EMF is developed. അതുകൊണ്ട് there is a current. We can find that using lenses law. നമുക്കറിയാം റോഡിൻ്റെ ഈ കേസിൽ റോഡിൻ്റെ ടോപ്പ് എൻഡ് പോസിറ്റീവും ബോട്ടം എൻഡ് നെഗറ്റീവ് ആണ്. അപ്പോൾ കറണ്ട് ത്രൂ ദ സോഴ്സ് ഓഫ് EMF അവിടെ മുകളിലേക്ക് പോകും. എത്ര കറണ്ട് ഉണ്ട്? BLV by R. അപ്പോൾ ആസ് എ റിസൾട്ട്, ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മൂവ് വിത്ത് എ സ്റ്റഡി സ്പീഡ്, നമുക്ക് ഇത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എത്ര ഫോഴ്സ്? BIL. ദാറ്റ് ഫോഴ്സ് ഇസ് കമ്മിങ് ടു ബി BL സ്ക്വയർ V by R. ഇത്രയും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ അത്രയും ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് തന്നെത്താൻ മൂവ് ചെയ്യില്ല, സ്റ്റഡി സ്പീഡിൽ മൂവ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് പുള്ളി ചെയ്യുന്ന ആള് എത്ര പവർ ജനറേറ്റ് ചെയ്യണം? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ R. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പവർ റിക്വയർഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെലോസിറ്റി. പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെലോസിറ്റി. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. ഞാൻ പറഞ്ഞു സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ഡിപ്പെൻഡ്സ് ഇറ്റ്സ് ഓൺ ഫീച്ചേഴ്സ്. നമ്മൾ കണ്ടു ഒരു സോളിനോയിഡിലെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഫോർമുല എന്താണ്? μ0 μr. അത് ഡിപ്പെൻഡ്സ് upon the medium inside it. N square, number of turns per unit length, into area of cross section, into length. എല്ലതും ആരുടെ ഫീച്ചേഴ്സ് മാത്രമാണ്? സോളിനോയിഡിന്റെ. അപ്പോൾ റേഡിയസ് അല്ലെങ്കിൽ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും.
നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ആണ്. ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പെർമിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് വേണ്ടത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, സെൽഫ് ഇൻഡക്റ്റൻസ് തീരുമാനിക്കുന്നത് ആ സോളിനോയിഡിൻ്റെയോ കോയിലിൻ്റെ ഫീച്ചേഴ്സ് മാത്രമാണ്. അതിൽ കൂടെ ഓടുന്ന കറൻറ്റോ അതിൽ കൂടെ ഫ്ലക്സിനോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോയിൽ. അപ്പൊ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ആൻസർ കറണ്ടാണ്. അടുത്ത, ഫ്ലക്സ് ലിങ്ക്ഡ് ഇൻ ദ കോയിൽ ഓഫ് ഏരിയ ക്രോസ് സെക്ഷൻ 0.5 meters പ്ലേസ്, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 16 Tesla ഈസ് 4 Weber. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദം. നേരത്തെ നമ്മൾ എഴുതി മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫോർമുല ബി ഇൻറ്റു ഏരിയ ഇൻറ്റു കോസ് തീറ്റ, isn't it? And flux is given to be 4. SI യൂണിറ്റ് ആണ്, ഒരു കൺഫ്യൂഷൻ വേണ്ട. മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? 16 ആണ്. ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ എത്രയാണ്? 0.5 ആണ്. ഇൻറ്റു കോസ് തീറ്റ. സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. 16 ഇൻറ്റു 0.5 8 ആണ്. അപ്പോൾ കോസ് തീറ്റ ഇസ് കമ്മിങ് ടു ബി 4/8, അതായത് ഹാഫ് ആണ്. അല്ലെങ്കിൽ തീറ്റ എന്താണ്? 60 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ട എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ പറഞ്ഞു ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടു ദ ഏരിയ വെക്ടറാണ്. ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ മീൻസ് ഡയറക്ഷൻ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിലാണ്. ആ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അത് കോസ് തീറ്റ ഇസ് കമ്മിങ് ടു ബി ഹാഫ്, തീറ്റ കമ്മിങ് ടു ബി 60 ഡിഗ്രി. നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മളിപ്പോൾ കണ്ടു. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ന്യൂമെറിക്കൽ സ്ട്രെസ്സും ഇല്ല, വെരി ഈസി, വളരെ ബേസിക് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു ബൂസ്റ്റിംഗ് ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്, ഒരു ബൂസ്റ്റിംഗ് ആയിരിക്കണം. അതായത് ഞാൻ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലേ ഐ ആം ഏബിൾ ടു ഗെറ്റ് ത്രൂ ഇറ്റ് ഈസിലി. ആൻഡ് ട്രൈ ഫോർ ഇറ്റ്. ഇനി സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ട്രൈ ഫോർ ഇറ്റ്. ഈ ക്വസ്റ്റ്യൻസ് വിൽ ബി റിയലി ബൂസ്റ്റിംഗ് ഫോർ യു. നിങ്ങൾക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദറ്റ് ഈസ് റിയലി എൻ എൻകറേജിങ് ഫോർ യു. It's all about this paper.